പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ബുക്ക് മൈ ഷോ ഉപയോഗിച്ചുകൊണ്ട് മൂവി ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡെബിറ്റ് കാർഡിലത്തെ ബോണസ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകില്ല. ഓരോ ഡെബിറ്റ് കാർഡിനും ഇത്ര ബോണസ് പോയിൻ്റ് ഉണ്ടാകും. നിങ്ങൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ബോണസ് പോയിൻ്റ്. ഇത് നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബോണസ് പോയിൻ്റ് ഒഴിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതും ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് കയറി വന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളുടെ ലൊക്കേഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് ലൊക്കേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും ലൊക്കേഷനിൽ നിയറസ്റ്റ് വരുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് എൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൂവീസിൻ്റെ നെയിം എൻ്റർ ചെയ്തുകൊണ്ട് മൂവീസ് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് മൂവിയാണ് നിങ്ങൾക്ക് കാണേണ്ടത് ആ മൂവിയുടെ പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെർച്ച് ബാറിന് താഴെയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മൂവികളുടെ നെയിം ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഏത് മൂവിയാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബുക്ക് ടിക്കറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നതാണ് ഡേറ്റ് ബാർ. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ബാർ കാണാൻ സാധിക്കുന്നതാണ്. ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ഡേറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം തിയേറ്ററിലാണ് ഷോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജ് എന്നുള്ളത് അടിഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നതാണ് പ്രൈസ് റേഞ്ച്. പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പ്രൈസ് റേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഷോകളുടെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തിയേറ്ററിന് താഴെയായിട്ടും നിങ്ങൾക്ക് ക്യാൻസലേഷൻ അവൈലബിൾ ആണോ എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ തിയേറ്ററിൻ്റെ നെയിമിന് താഴെയായിട്ട് ക്യാൻസലേഷൻ അവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ക്യാൻസലേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോൺ ക്യാൻസലബിൾ എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിപ്പോൾ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്യാൻസലേഷൻ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇൻഫോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഓപ്ഷനിൽ കാണുന്ന ടിക്കറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസലേഷനുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതായി. അതിനുശേഷം നിങ്ങൾ ഏതാണോ തിയേറ്റർ അതിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഷോ കാണേണ്ടത്, ഏതെല്ലാം ടൈമിലാണ് ഷോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ പച്ച കാണുന്നതിലൊക്കെ സീറ്റുകൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും. എന്നാൽ ഒരു മഞ്ഞ കളറിൽ കാണിക്കുന്നതിലെല്ലാം തന്നെ ഏകദേശമൊക്കെ ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര സീറ്റുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ മഞ്ഞ കളർ ബോർഡർ വരുന്നത് ബെസ്റ്റ് സെല്ലിംഗ് സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണോ ടിക്കറ്റ് വേണ്ടത് അത്ര പേര് നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് സീറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിയേറ്ററിൻ്റെ ഏത് സീറ്റ് ഏത് പൊസിഷനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമായിരിക്കും പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ബെസ്റ്റ് സെല്ലർ എന്നുള്ളതിന് അത് മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും. ഏതൊക്കെ സീറ്റാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ കാണണം എന്നുണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി.
നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. GST ഒക്കെ ഉൾപ്പെടെ എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലായിട്ട് മോർ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്തായിട്ട് റെഡീം പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ബാങ്കുകാരാണ് ഈ റെഡീം പോയിൻറ്റ് നൽകുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഏതെല്ലാം ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകൾക്കാണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. ബാങ്കിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. സെർച്ച് ചെയ്തും ബാങ്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫെഡറൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തു. എൻ്റെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ അവസാനത്തെ 4 അക്കമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ 4 അക്കം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 104 രൂപയാണ് റെഡീം പോയിൻ്റായിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ 104 രൂപ ഒഴിച്ച് ബാക്കി എത്രയാണോ പേയ്മെൻറ്റ് വരുന്നത് അത്ര നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്താൽ മതി. അതിനുശേഷം റെഡീം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് വരുന്ന എമൗണ്ട് പേയബിൾ എന്നുള്ളത് 104 രൂപ കുറഞ്ഞ് ബാക്കിയുള്ളതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പേ ചെയ്താൽ മതി. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നിന്ന് UPI ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം UPI ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റുകൾ വരുന്നതാണ്. ഞാനിവിടെ നിന്ന് ഫോൺപേ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. അതിനുശേഷം കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നമ്മളുടെ യുവർ ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ ടിക്കറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തിയേറ്ററിൻ്റെ നെയിം, അതേപോലെ തന്നെ ഏതെല്ലാം സീറ്റുകളാണ്, സീറ്റ് കോഡുകൾ നമുക്ക് അവിടെ നിന്ന് എഴുതി കാണിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ടിക്കറ്റ് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ തിയേറ്ററിൽ കയറുന്ന സമയത്ത് ഇത് കാണിച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് ഏത് സമയവും അവൈലബിൾ ആയിരിക്കും, അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ലോഗിൻ ടൈമിൽ കൊടുത്തിരിക്കുന്ന ജിമെയിലോട്ട് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള PDF ഫയലുകളും ടിക്കറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ടിക്കറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും നിങ്ങൾ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലേറ്റസ്റ്റായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി എത്ര മണിക്കൂറാണ് ഷോ തുടങ്ങാനായിട്ട് ഉള്ളത് എന്നും അവിടെ അടയാളപ്പെടുത്താനായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് കാണാം. അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന തിയേറ്ററിലോട്ട് ഇനി എത്ര ദൂരമാണ്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം മാപ്സിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ രൂപത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.